നാട് കണ്ട ഏറ്റവും വലിയ സമീപകാല ദുരന്തമായിരുന്നു വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തം. അതിനെ ഒരു അവസരമായി, പണപ്പിരിവിനുള്ള അവസരമായിട്ടാണ് കോൺഗ്രസ് മാറ്റിയത്. പോഷക സംഘടനകൾ ദുരന്തങ്ങളെ പണപ്പിരിവിനുള്ള അവസരമാക്കി മാറ്റുന്നത് മനുഷ്യർക്ക് ചേർന്ന ഒരു കാര്യമല്ല. ദുരന്തത്തിൽ കൊല്ലപ്പെട്ടവരുടെ ചതഞ്ഞരഞ്ഞ ഛിന്നഭിന്നമായ മൃതദേഹങ്ങൾ വെച്ചാണ് ജനങ്ങളിൽ നിന്ന് പണം പിരിച്ചത്. ആ പണം സംബന്ധിച്ച്, അത് ചെലവഴിച്ചത് സംബന്ധിച്ച് ഒരുപാട് വാർത്തകൾ ഇതിനോടകം വന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളോട് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചത് തന്റെയും KPCC പ്രസിഡന്റിന്റെയും പേരിലുള്ള ജോയിന്റ് അക്കൗണ്ടിൽ പണം ഉണ്ട് എന്നാണ്. അദ്ദേഹം പതിവായി പറയുന്ന മറ്റു നുണകൾ പോലെ ഇതും സത്യത്തിന്റെ കണികയില്ലാത്ത പ്രസ്താവനയാണ് എന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. ഏത് അക്കൗണ്ടിലാണ് പണം നിക്ഷേപിച്ചത്, എത്ര പണം പിരിച്ചു, ഇത് ജനങ്ങളോട് പറയാനുള്ള ഉത്തരവാദിത്വം കോൺഗ്രസിനുണ്ട്. ജനങ്ങളിൽ നിന്ന് പണം പിരിച്ചതാണ്, അതും ഒരു ദുരന്തത്തിന്റെ മുഖത്ത്. എത്ര തുക പിരിച്ചു, ആ പണം എവിടെ? ജോയിന്റ് അക്കൗണ്ടിൽ എന്ന് പറഞ്ഞത് കളവാണ് എന്ന് വ്യക്തമായി. തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികയോടൊപ്പമുള്ള സത്യവാങ്മൂലത്തിൽ അങ്ങനെ ഒന്നും ഇല്ല. അപ്പൊ അത് കളവാണ് എന്ന് വ്യക്തമായി. ഏത് അക്കൗണ്ടിലാണ് പണം, എത്രയാണ് പണം? വീടൊന്നും വെക്കാൻ പോകുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ അതിനെക്കുറിച്ച് ഈ ഘട്ടത്തിൽ ഒന്നും പറയുന്നില്ല. പക്ഷേ നാട് കണ്ട മഹാദുരന്തത്തിന്റെ മുന്നിൽ മൃതശരീരം കാണിച്ച് ജനങ്ങളിൽ നിന്ന് പിരിച്ച പണം അങ്ങനെ മോഷ്ടിക്കുന്നത് നാടിന് നാണക്കേടാണ്. അതിന്റെ കണക്ക് പറയണം. എത്ര പണം കിട്ടി, ഏത് അക്കൗണ്ടിൽ? പറഞ്ഞത് കളവ് എന്ന് വ്യക്തമായിട്ടുണ്ട്. അതിന് മറുപടി കോൺഗ്രസ് നേതൃത്വം പറയണം.